ഫയലിംഗ് റൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും എസ്പെഷ്യലി ഇൻ ദിസ് ടൈം ഓഫ് കോവിഡ് നമ്മൾ ലോയർ കമ്മ്യൂണിറ്റിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് എന്നാണ് റൂൾസ് വായിച്ചു നോക്കിയതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. നമ്മൾ അതിനകത്ത് കാണാം, അതായത് ജാനുവരി 2021 പോയ പ്രപ്പോസലാണ് പിന്നീട് ഗവൺമെൻറ് വിശദമായി ഡീറ്റെയിൽഡായിട്ട് എക്സാമിൻ ചെയ്ത് അപ്രൂവ് ചെയ്ത് മെയ് 17 ഇത് ഇഷ്യൂ ചെയ്യുന്നു, ഹൈക്കോടതി ഇത് ഇഷ്യൂ ചെയ്യുന്നു. ഈ 7 ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഫയലിംഗ് റൂൾസ് അത് 17 കോടതി തുറക്കുന്നത്. സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് കോടതി തുറക്കുന്നത്. അപ്പം 10 ദിവസത്തെ സമയം നമ്മൾക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ടെക് സാവി അല്ലാത്ത ആളുകൾക്ക്, ടെക് സാവി ആയിട്ടുള്ള ലോയേഴ്സിൻ്റെ അസോസിയേഷൻ മെമ്പേഴ്സിൻ്റെ ഒരു പാനൽ അടങ്ങുന്ന ഒരു പാനൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഫോം ചെയ്യാനും, പിന്നെ അതുകൂടാതെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാനും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു അസോസിയേഷൻ അത് ചെയ്യാൻ 10 ദിവസത്തെ സമയം ധാരാളമായിരുന്നു. അത് ചെയ്യാതെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 കൊണ്ടുപോയി നമ്മുടെ ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റ് കൊണ്ടുപോയി CJയ്ക്ക് ഒരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നു. ആ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്നത് ജനറൽ ബോഡിയൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനമുണ്ടായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അവർ കുറച്ച് പേരെടുത്തിട്ടുള്ള തീരുമാനമാണ്. അത് കഴിഞ്ഞിട്ട് 15, 16 ഈ 2 ദിവസങ്ങളിലും ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അതിനകത്ത് 6000-ഓളം മെമ്പേഴ്സുള്ള ഈ അസോസിയേഷനിലെ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 3500-ഓളം പേരുണ്ട്. അതിൽ വെറും 500-ഓളം മെമ്പേഴ്സ് മാത്രം പങ്കെടുത്ത ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ നമ്മൾ 16 തീരുമാനിക്കുന്നു, ഒരു ദിവസത്തേക്ക്, അതായത് 17 റീഓപ്പൺ ചെയ്യുന്നു. 17 റീഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. എല്ലാവരും അബ്സ്റ്റെയിൻ ചെയ്യുന്നു. ഫയലിങ്ങുമായി സഹകരിക്കുന്ന കാര്യത്തിൽ അസോസിയേഷൻ മെമ്പേഴ്സ് അബ്സ്റ്റെയിൻ ചെയ്യുന്നു എന്നൊരു തീരുമാനം ഈ 500-ൽ താഴെയുള്ള മെമ്പേഴ്സ്, അന്ന് ആരും അങ്ങനെ വലിയ സ്ട്രോങ് ആയിട്ടൊരു ഒബ്ജക്ഷനൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഒരു ദിവസത്തേക്ക്, അതായത് പ്രസിഡൻറ്റും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിലെ മെമ്പേഴ്സും CJനെ ഒക്കെ ആയിട്ടും അഡ്വക്കേറ്റ് ജനറലും ഒക്കെ അവരൊക്കെ എല്ലാവരും തമ്മിലൊരു സമവായത്തിലെത്താൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തെ സമയം ചോദിക്കുന്നു. അങ്ങനെ ആ ഒരു ദിവസം എല്ലാവരും സമ്മതിക്കുന്നു. അങ്ങനെ 16 വി ടേക്ക് എ ഡിസിഷൻ ദാറ്റ് വി വിൽ അബ്സ്റ്റെയിൻ ഫ്രം ഫയലിംഗ്, ഗോ ഫോർ ഫയലിംഗ് എന്നുള്ളത് തീരുമാനത്തിൽ നമ്മൾ അന്ന് 16 തീരുമാനിച്ചിട്ട് ജനറൽ ബോഡി പിരിയുന്നു. മെയ് 17 കൂടിയ ജനറൽ ബോഡി മീറ്റിങ്ങിലാണ് അന്ന് 600-700-ഓളം മെമ്പേഴ്സ് പങ്കെടുക്കുന്നു. അതിനകത്ത് ആദ്യമേ തന്നെ നമ്മൾ ഒരുപാടധികം പേര് ഡിസെൻറ്റിംഗ് ആയിട്ട്, അതായത് ഇതിങ്ങനെ അൺസർട്ടൺ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഈ അബ്സ്റ്റെയിൻ ചെയ്യുന്നു എന്ന് പറയുന്നത്, എസ്പെഷ്യലി ബിക്കോസ് ഈ ഫിസിക്കൽ ഫയലിംഗ് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടും ഇമ്പോസിബിളാണ്, ഡിഫിക്കൽട്ടാണ്, ഇംപ്രാക്ടിക്കലാണ് എന്നൊക്കെയുള്ള ഈ സിറ്റുവേഷനിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാന്നത് ഫീസിബിൾ അല്ല, അഡ്വൈസബിൾ അല്ല, ദാറ്റ് ഇസ് നോട്ട് വാട്ട് വി വാണ്ട് എന്നുള്ളത് ഒരുപാട് പേര് ഡിസെൻറ്റിംഗ് വോയിസസ് റേസ് ചെയ്തുവെങ്കിലും അതൊരു വോട്ടിനിടണമെന്ന് ഞാനും പിന്നെ മറ്റൊരു മെമ്പർ ഹരിരാജാണ്, മുമ്പ് 2 പേരും അത് വളരെ സ്ട്രോങ് ആയിട്ട് ഇത് പോളിനിടണം, പോളിനിട്ടിട്ട് ഒരു തീരുമാനം എടുക്കണമെന്ന് സ്പെസിഫിക്കായിട്ട് ആവശ്യം പറഞ്ഞിട്ടും അത് ഒരു ഭയങ്കര ഫോഴ്സ്ഫുള്ളായിട്ട് ഹേസ്റ്റി ആയിട്ട് മീറ്റിംഗ് അങ്ങ് വൈൻഡപ്പ് ചെയ്ത് ഈ ഒരു ദിവസം മുമ്പേ നമ്മൾ ഒരു ദിവസത്തേക്ക് അബ്സ്റ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞതിനെ അൺസർട്ടൺ ആയിട്ട് ഇനി എത്ര ദിവസത്തേക്ക് നമുക്കിത് അബ്സ്റ്റെയിൻ ചെയ്യേണ്ടി വരുമെന്നൊരു തീരുമാനം അറിയിക്കാത്ത വിധം ഇത് ജനറൽ ബോഡി മീറ്റിംഗ് അങ്ങ് ക്ലോസ് ചെയ്യും. കിഡ്സ് അസോസിയേഷൻ്റെ ടോട്ടൽ മെമ്പർഷിപ്പിൽ ഒരു 1/4 ആളുകൾ മെമ്പേഴ്സ് പോലും പങ്കെടുക്കാത്ത ഒരു ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ദിവസത്തേക്കെന്ന് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്യാമെന്നുള്ള നമ്മൾ കൊടുക്കുന്ന കൺസെൻറ്റ്, അത് 2ാമത്തെ ദിവസം ഡിസെൻറ്റിംഗ് വോയിസ് ഉണ്ടായിരുന്നത് കൺസിഡർ ചെയ്യാതെ അത് ടോട്ടലായിട്ട് അതൊന്നും പരിഗണിക്കാതെ അൺസർട്ടൺ ആയിട്ട് നമ്മൾ ടു അബ്സ്റ്റെയിൻ ഫ്രം ഫയലിംഗ് എന്നുള്ള ഈ തീരുമാനം അൺസർട്ടൺ ആയിട്ട് ഇങ്ങനെ അൺഎൻഡിങ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമുക്കിപ്പോൾ രേഖാമൂലം എഴുതി തന്നു കഴിഞ്ഞു ദറ്റ് വി ആർ എക്സ്പെക്റ്റഡ് ടു നമ്മൾ ഇതിൽ നിന്ന് ടോട്ടലായിട്ട് അബ്സ്റ്റെയിൻ ചെയ്യണമെന്ന് രേഖാമൂലം എഴുതി തരികയും ചെയ്തു. 17 കോടതി തുറന്നിട്ട്
we have lost 5 working days. I think it is time for us to go in for an introspection to see whether or not we are taking the wrong path. ഇനി ഈ ഫയലിംഗ് ചെയ്യാൻ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള അവരെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് ഈ മുറവിളി കൂട്ടുന്നതെങ്കിൽ അവർക്ക് വേണ്ടുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടുന്നത് ചെയ്യേണ്ടത് ബാർ അസോസിയേഷനാണ്. നമ്മൾ അത്തരം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ സഹായം തേടി പോകേണ്ടത് ബാർ അസോസിയേഷൻ്റെ മുമ്പിലാണ്. ടെക് സാവി ആയിട്ടുള്ള ലോയേഴ്സിനെ, ടെക് സാവി അല്ലാത്ത ലോയേഴ്സിനെ സഹായിക്കാൻ ഇങ്ങനെയൊക്കെയാണ് കൂട്ടായ്മ കാണിക്കേണ്ടത്. നമുക്കറിയാം കോവിഡ് വ്യാപനം വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ദിവസങ്ങൾ. ഹൈ റിസ്കിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് ഇപ്പോൾ. ഈ ഫയലിംഗ് ഫെസിലിറ്റി ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഉള്ള സ്ഥിതിക്ക് ഹൈക്കോർട്ട് നമുക്ക് അങ്ങനെ ഒരു അവസരം, നമുക്ക് ഒരു ഫെസിലിറ്റി നമുക്ക് അവെയിൽ ചെയ്യാനുള്ളത് ഓപ്പണായിട്ട് ഇട്ട് തന്നിരിക്കുന്ന സ്ഥിതിക്ക് ഐ ഡു നോട്ട് വാണ്ട് ടു എക്സ്പോസ് മൈ ക്ലർക്ക് ടു ദി റിസ്ക് ഓഫ് കോവിഡ്. ഇനി ഇതുകൊണ്ട് ക്ലർക്കുമാർക്കുണ്ടാകുന്ന വിഷയമാണെങ്കിൽ അത് സബ്ജക്റ്റീവായിട്ട് ക്ലർക്കുമാർക്കുണ്ടാകുന്ന നഷ്ടമാണ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളുമാണ് എന്നുണ്ടെങ്കിൽ അത് സബ്ജക്റ്റീവായിട്ട് എടുത്ത് അവർക്ക് ദേ ഹാവ് ദെയർ അസോസിയേഷൻ ടു ഡീൽ വിത്ത് ദെയർ സിറ്റുവേഷൻസ്. അതുമാത്രമല്ല, നമ്മൾ ആസ് എ ലോയേഴ്സ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സബ്ജക്റ്റീവായിട്ട് ഈച്ച് ആൻഡ് എവറി ലോയർ ഷുഡ് ടേക്ക് കെയർ ഓഫ് ടേക്ക് ചാർജ് ഓഫ് ദ സിറ്റുവേഷൻ with regard to the grievances that can come up from the part of the clerks. ഞാനും ഹൈക്കോടതിയും നന്നായി, ഇനി എൻ്റെ ക്ലർക്ക്, അതായത് ഈ ഫയലിംഗ് ഒക്കെ വന്നു, ഇനി എൻ്റെ ക്ലർക്കിനെ അങ്ങ് വഴിയിൽ കളഞ്ഞേക്കാം എന്നൊരു തീരുമാനം ഒന്നും, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല തന്നെ. നമ്മൾ സർക്കാർ സർവീസിലാണെങ്കിൽ ഇപ്പോൾ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒക്കെ കൊടുക്കില്ലേ, അതേപോലെ ഇപ്പം ഈ ഫയലിംഗ് ഫോർ എവറി അതേപോലെ ഒരു അറേഞ്ച്മെൻറ്റാണ് എൻ്റെ മനസ്സിലുള്ളത്. ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും അത് തന്നെയായിരിക്കും ചെയ്യുന്നതും. അതായത് ഫോർ എവറി ഫയൽ ദറ്റ് ഐ വിൽ ഡു ഈ ഫയലിംഗ് ബിഫോർ ദി ഹൈക്കോർട്ട് വിതൗട്ട് ദി അസിസ്റ്റൻസ് ഓർ സപ്പോർട്ട് ഫ്രം ദി പാർട്ട് ഓഫ് മൈ ക്ലർക്ക്, that would deny him the remunerative part of it. Other for every file that I do before the High Court in the mode of e-filing, not less than 1,500 rupees or maybe 2,000 rupees per file ഞാൻ അദ്ദേഹത്തിന്, എൻ്റെ ക്ലർക്കിന് ഞാൻ കൊടുത്തിരിക്കും. മെയ് 12 നമ്മൾ CJക്ക് കൊണ്ടുപോയ റെപ്രസെൻറ്റേഷൻ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ദാറ്റ് വി ആർ എഗ്രീവ്ഡ് ബൈ ദ ഫാക്ട് ദാറ്റ് അതിനകത്ത് അത് മാത്രമാണ് സ്പെസിഫിക്കായിട്ട് നമ്മൾ എടുത്തു പറയുന്നത്. അതായത് ദാറ്റ് വി ആർ എഗ്രീവ്ഡ് ബൈ ദ ഫാക്ട് ദാറ്റ് വി വർ നോട്ട് കൺസൾട്ടഡ്, ദ ലോയർ കമ്മ്യൂണിറ്റി വാസ് നോട്ട് കൺസൾട്ടഡ് ഡ്യൂറിങ് ദ ഫോർമുലേഷൻ, introduction and implementation of the rules. അത് ജാനുവരി 2021 പോയ പ്രപ്പോസലാണെന്ന് ആലോചിക്കണം. അത് നമ്മളാകെ അറിയുന്നത് മെയ് 7 ഈ നമ്മളെന്ന് പറഞ്ഞാൽ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടങ്ങുന്ന ബാർ അസോസിയേഷൻ അറിയുന്നത് മെയ് 7 മാത്രമാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ മാത്രമാണ് നമ്മളത് അറിയുന്നത്. അപ്പം നമ്മൾ വി വർ നോട്ട് കൺസൾട്ടഡ് എന്നുള്ളത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി, നമുക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കി, നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളതാണ് ഒരു മേജർ അതിനകത്തുള്ള എടുത്തു പറയുന്ന ഒരു ഗ്രീവൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വാട്ട് ഈസ് ദി ലീഗൽ റൈറ്റ് ദാറ്റ് വി ആർ ട്രൈങ് ടു ക്ലെയിം ബിഫോർ ദി CJ that from the High Court administrative side? അതായത് is there a statutory requirement? Is there a statutory stipulation that the lawyer community should be consulted before these rules, such rules are brought into force? ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഈ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിൻ്റെ വിഷയത്തിൽ ഹൈക്കോടതി നമ്മളോട് അഭിപ്രായം ചോദിച്ചതാണല്ലോ, കൺസൾട്ട് ചെയ്തതാണല്ലോ, നമ്മളോട് അഭിപ്രായം അറിയിക്കാനായിട്ട് അവർ രേഖാമൂലം എഴുതി തന്നതാണല്ലോ. ആ കാര്യത്തിൽ എന്തായി? ബാർ അസോസിയേഷൻ ഹൈക്കോടതിക്ക് അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡിൻ്റെ വിഷയത്തിൽ നമ്മളുടെ അഭിപ്രായം കൊടുത്തോ? അത് ചെയ്തിട്ടില്ലല്ലോ നമ്മൾ ഇതുവരെ. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം ഒരു മോറൽ റൈറ്റായിട്ട് പോലും, ദർ ഇസ് നോ ലീഗൽ റൈറ്റ്, മോറൽ റൈറ്റായിട്ട് പോലും അല്ലെങ്കിൽ ഒരു എത്തിക്കൽ റൈറ്റായിട്ട് പോലും നമുക്ക് എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ? പിന്നെ ബാർ കൗൺസിൽ മെമ്പേഴ്സായിട്ടുള്ള കുറേ അഭിഭാഷകർ വന്നിട്ട് ജനറൽ ബോഡി മീറ്റിങ്ങിലൊക്കെ പിന്നെ ഭയങ്കരമായിട്ട് ഈ പ്രൊട്ടസ്റ്റിന് ഫേവർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് കണ്ടു. അത് അങ്ങനെയാണെങ്കിൽ സർക്കാർ അഭിഭാഷകർ നമ്മുടെ കൂടെയുണ്ട്, പിന്നെ ബാർ കൗൺസിൽ
കൂടെയുണ്ട്, നല്ല സീനിയർ അഭിഭാഷകർ കൂടെയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്നിട്ട് നമുക്ക് ലീഗൽ റീകോഴ്സ് എടുക്കാൻ വയ്യ. എന്തൊരു വിരോധാഭാസമാണിത്. ഇത് ലീഗൽ റീകോഴ്സ് അവെയിൽ ചെയ്യാൻ ബാർ അസോസിയേഷൻ പോലൊരു വലിയ സംഘടന എന്തിനാണ് വിമുഖത കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹാഡ് വി ബീൻ ഇഫ് ഇൻ കേസ് വി ആർ ജെനുവിൻലി ആൻഡ് റൈറ്റ്ഫുള്ളി എഗ്രീവ്ഡ്, നമ്മൾ വി ഷുഡ് അഡോപ്റ്റ് ഫോർ ദി ലീഗൽ റീകോഴ്സ് അല്ലേ. ഈ വിഷയം ശ്രദ്ധയോടെ ഡീറ്റെയിൽഡായിട്ട് മെറ്റിക്കുലസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് ഏത് കാറ്റഗറി ഓഫ് ലോയേഴ്സിനെ അവരെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുന്നത്. ഇത് ഇ ഫയലിങ്ങിൽ നിന്ന് ടോട്ടൽ അബ്സ്റ്റിനൻസ് എന്തിനാണ് നമ്മളത് ചെയ്യുന്നതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ഇനിയിപ്പം റൂൾസിനകത്തുള്ള എന്തെങ്കിലും ക്ലോസ് ആണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ ഇസ് നോ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റിപ്പുലേഷൻ ദാറ്റ് വി ഷുഡ് ബി കൺസൾട്ടഡ്. ഇനി അതല്ല റൂൾസിനകത്തുള്ള ഏതെങ്കിലും ക്ലോസ് അല്ലെങ്കിൽ ക്ലോസസ് നമുക്ക് ഇംപ്രാക്ടിക്കലാണ്, നമുക്കത് ഡിഫിക്കൽട്ടാണ്, ഇമ്പോസിബിളാണ് ഫോളോ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ ലോയേഴ്സാണ്, വി ഷുഡ് ഗോ ഫോർ ദ ലീഗൽ കോഴ്സ്. അതിനെ റീകോഴ്സ് എടുക്കേണ്ടത് നമ്മൾ ലീഗൽ റീകോഴ്സാണ്. ലീഗൽ റീകോഴ്സ് നമ്മൾ അവെയിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് തീരുമാനമെങ്കിൽ നമുക്കതിനെ നമ്മളുടെ അസോസിയേഷൻ്റെ ഒരു കളക്റ്റീവ് ഫോഴ്സിൻ്റെ പവർ എന്താണെന്നുള്ളത് ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിനെ കാണിച്ചു കൊടുക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ അത് ടോട്ടൽ അബ്സ്റ്റിനൻസ് ഫ്രം ഇ ഫയലിംഗ് ആണോ ഇതിനുള്ളൊരു സെൻസിബിൾ സ്ട്രാറ്റജി എന്നുള്ളത് ഒന്നുകൂടെ നല്ലോണം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് ഈ ക്ലോസസിലുള്ള ഇംപെർഫെക്ഷൻസ്, ഡിഫെക്ട്സ്, ഇംപ്രാക്ടിക്കൽ ഇതൊക്കെയാണ് പ്രൊസീജിയേഴ്സൊക്കെയാണ് പ്രശ്നമെന്നുണ്ടെങ്കിൽ നോട്ട് സോ വെരി ഏർജൻറ്റ് അല്ലാത്ത കേസുകളുണ്ടാവുമല്ലോ, നമ്മുടെ എല്ലാ ഓഫീസസിലുണ്ടത്. ഈ നോട്ട് സോ വെരി ഏർജൻറ്റ് അല്ലാത്ത ഒരു വക്കീൽ ഒരു ഫയല് വെച്ചിട്ട് ഒരു 500 പേര് ഈ പറയുന്ന ജനറൽ ബോഡി മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന 500 പേരിൽ ഓരോരുത്തർ ഓരോ ഫയല് വെച്ചിട്ട് നോട്ട് സോ വെരി ഏർജൻറ്റ് ഫയൽസ് വെച്ചിട്ട് ഒരു 500 എണ്ണം കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക, ഈ ഫയലിങ്ങിലൂടെ കൊണ്ടുപോയി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലെറ്റ് ദം സീ ദാറ്റ് ദിസ് ഇസ് ഇംപ്രാക്ടിക്കൽ, ഫൈൻഡ് ഇറ്റ് കൊണ്ടറിയട്ടെ. അതായത് അവർ ആണെങ്കിൽ ഇത് ഇംപ്രാക്ടിക്കൽ റൂൾസ് ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ് ദം ഫൈൻഡ് ഇറ്റ് ഔട്ട് ദെംസെൽസ്, സീയിങ് ദാറ്റ് ഈ 500 ഫയൽസിനകത്ത് വരുന്ന 500 ഫയൽസ് അവർക്ക് ഡീൽ ചെയ്യാൻ പറ്റാതെ വന്നാൽ എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു ചോദ്യം അവർ തന്നെ അവരോട് ചോദിച്ചോളും. അങ്ങനെ ഒരു സ്ട്രാറ്റജി നമുക്ക് ആലോചിച്ചുകൂടെ? നമ്മളെല്ലാം ലോയേഴ്സാണ്. വി ഹാവ് ടു ടേക്ക് അവർ സുപ്രീം കോർട്ട് സീരിയസ്ലി. അതിൽ 2020 ആസ് ലേറ്റ് ആസ് ഇൻ 2020 നമ്മൾ അഭിഭാഷകരെ ലോയർ കമ്മ്യൂണിറ്റി ഇങ്ങനെ ജോലിയിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നതിന്, ജോലി ബോയ്ക്കോട്ട് ചെയ്യുന്നതിനെയൊക്കെ കുറിച്ചിട്ട് സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നുള്ളതൊന്ന് ആസ് ലേറ്റ് ആസ് ഇൻ 2020 ഇറ്റ് ഇസ് റിപ്പോർട്ടഡ് ഇൻ KHCയിലുണ്ടത് 2020 KHC 624 ആ പേജിൽ അതൊന്ന് എടുത്ത് വായിച്ച് നോക്കണം എന്താണ് സുപ്രീം കോടതി ഇത് പറഞ്ഞിരിക്കുന്നതെന്നത്. വിച്ച് വുഡ് മീൻ വിതൗട്ട് എനി ഡൗട്ട് മീൻ ദാറ്റ് ഹൈക്കോടതിയും ഒരു ബാർ അസോസിയേഷനോ ബാർ കൗൺസിലോ ഒരു അഭിഭാഷകൻ ഒരു ലോയർ അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യലിൽ നിന്ന് അബ്സ്റ്റെയിൻ ചെയ്യിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് ശക്തമായിട്ട് സുപ്രീം കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇതാണ് സാഹചര്യം എന്നിരിക്കെ ഞാൻ ഈ ഫയലിങ്ങുമായി മുന്നോട്ട് പോകാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ബാർ അസോസിയേഷൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് അത് ഫെയർ അല്ല, ലീഗലല്ല, പ്രോപ്പറല്ല എന്നിട്ട് കൂടി ഞാൻ അതിന് സഹകരിച്ച് നിന്നത് ബാർ അസോസിയേഷൻ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ട് ഞാൻ അനുസരിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മാത്രം ഞാൻ ഈ 5 ദിവസം ഐ ഹാവ് ഡെഡിക്കേറ്റഡ് 5 full working days for this cause. ഇനി not a inch more, not a minute more, I'm done. ഈ കോണ്ടെക്സ്റ്റിലുള്ള സുപ്രീം കോർട്ട് കേസിൽ മാത്രമല്ല, ഈ ഫയലിംഗ് റൂൾസ് മുഴുവൻ വായിച്ചു, ഹൈക്കോർട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് മുഴുവൻ വായിച്ചു, ഗൈഡ് ലൈൻസ് വായിച്ചു, ബാർ അസോസിയേഷൻ കൊടുത്തിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് വായിച്ചു, അവർ ഇഷ്യൂ ചെയ്തിട്ടുള്ള സോ കോൾഡ് ഓർഡർ വായിച്ചു, റിക്വസ്റ്റ് വായിച്ചു,
പിന്നെ ഇതുമായി സംബന്ധിച്ച് ഈ ഫയലിങ്ങുമായി സംബന്ധിച്ച് നമ്മൾ അഭിഭാഷകർക്ക് ഹൈക്കോടതി ബാർ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ കൈക്കൊള്ളേണ്ടുന്ന അപ്രോച്ച് ആറ്റിറ്റ്യൂഡ് ആൻഡ് അപ്രോച്ചിനെ സംബന്ധിക്കുന്ന 3 ജനറൽ ബോഡി മീറ്റിങ്ങും 1 മിനിറ്റ് പോലും വിടാതെ ഞാൻ ശ്രദ്ധയോടെ കേൾക്കുകയും പങ്കെടുക്കുകയും ചെയ്തതാണ്. ഇതെല്ലാം ദിസ് ഈസ് ദി ബാങ്ക് ഓഫ് ഇൻഫർമേഷൻ ദറ്റ് ഐ ഹാവ് ഓൺ ദ സബ്ജക്റ്റ് ഓൺ ദ ഇഷ്യൂ. അപ്പം ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ഈ ഫയലിങ്ങുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. ഐ ഹാവ് വെയിറ്റഡ് ഫോർ 5 full working days for the Bar Association Executive Committee to resolve their, I would call it the ego between the High Court Administrative Committee and them. അവർ ആ ഈഗോ സാഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ 5 വർക്കിംഗ് ഡേ, ഇനി കാതലായ സീരിയസായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ തന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അവർ റിസോൾവ് ചെയ്യാനാവുമോ എന്ന് അവർക്ക് തന്നെ അറിയാത്ത ഈ സാഹചര്യത്തിൽ ഈ ഫയലിങ്ങുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം.